ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 42-ാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. 4-5 ദിവസമായി റിവ്യൂ വീഡിയോ ഒന്നും ഇടുന്നില്ല. അതിന് കാരണം നിലവാരമുള്ള കണ്ടൻ്റ് ഒന്നും ഇല്ല എന്നത് തന്നെയാണ്. റിവ്യൂ ചെയ്യത്തക്ക ഭയങ്കര സംഭവങ്ങളൊന്നും മുൻ വീക്കിലും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ എപ്പിസോഡിലെ ടാർഗറ്റ് സിബിനാണെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാമായിരുന്നു. ജാസ്മിൻ ചെയ്ത ഇറിറ്റേറ്റിംഗ് ഗെയിം വളരെ മനോഹരമായിരുന്നു എന്ന കൺക്ലൂഷനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടെത്തിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് ഫുൾ സിബിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് തന്നെയായിരുന്നു. എങ്കിലും ഈ എപ്പിസോഡ് കൊണ്ട് ഗുണം ചെയ്യുന്നതും സിബിന് തന്നെയായിരുന്നു. പവർ റൂമിൻ്റെ പ്രകടനം വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് 1000 പോയിൻ്റ് നൽകി. എങ്കിൽ പവർ ടീമിൻ്റെ ക്രിയേറ്റീവായ പ്രകടനത്തിന് 99% കാരണമായത് സിബിൻ തന്നെയായിരുന്നു. സിബിനാണ് അവിടെ ക്രിയേറ്റീവായ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും പരീക്ഷണങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തത്. അതിന് സിബിൻ അഭിനന്ദനാർഹം തന്നെയാണ്. പക്ഷേ സിബിനെ വ്യക്തിപരമായി അഭിനന്ദിക്കുകയോ സിബിനൊരു ക്ലാപ്പ് കൊടുക്കുകയോ ചെയ്യാതെ സിബിൻ ചെയ്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നത് പോലെ തോന്നി. ഒരുപക്ഷെ സിബിൻ്റെ മൈന്യൂട്ടായ തെറ്റുകൾ പോലും മാറ്റി സിബിനെ നല്ലൊരു കണ്ടസ്റ്റൻ്റാക്കി മാറ്റാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും സിബിൻ അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. നോറയെയും ജാസ്മിനെയും തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഗെയിം വളരെ പോസിറ്റീവായിരുന്നു എന്ന ധാരണ അവരിൽ ഉണ്ടാക്കിയെടുത്തു. വരും ദിവസത്തെ നോറയുടെയും ജാസ്മിൻ്റെയും ഗെയിമിനെ അത് വളരെ നന്നായി ബാധിക്കും. പ്രേക്ഷകർക്കിടയിൽ തങ്ങൾ എന്തോ വലിയ ഹീറോയാണ് എന്ന ഒരു ധാരണ ജാസ്മിനും നോറയ്ക്കും ഉണ്ടായി. പ്രത്യേകിച്ചും നോറ തുള്ളിച്ചാടുകയായിരുന്നു. നോറ ചെയ്തതൊക്കെ വളരെ നന്നായി, എല്ലാ പ്രേക്ഷകരും നോറയെ തലയിൽ കൊണ്ട് നടക്കുകയാണ് എന്നൊരു ധാരണ ഉണ്ട് എന്നുള്ളത് നോറയുടെ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഇതുവരെയും നോറയ്ക്കും ജാസ്മിനും കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും അത് കൂടും എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. പക്ഷേ നോറയും ജാസ്മിനും അത് മനസ്സിലാക്കും എന്ന് തോന്നുന്നില്ല. അവർ അവരുടെ ഇറിറ്റേറ്റ് ഗെയിം തുടരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് സിബിൻ്റെ ഗെയിമിൽ ഉള്ള ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ സിബിൻ്റെ ഗെയിമിലുള്ള അപാകതകൾ മാറ്റാനും സാധിക്കും. ശരിയായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ സിബിൻ അതോ ഇനി ഡൗണായി ഗെയിം കളയുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ സിബിന് കുറേ കൂടി മുന്നോട്ട് കയറി വരാൻ സാധിക്കും. നോറയ്ക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാതെ അവസരം കൊടുക്കുകയും ചെയ്തതായി തോന്നി. ഈ എപ്പിസോഡിൽ ശരണ്യയെ പറയാൻ സമ്മതിക്കാതെ സ്റ്റോപ്പ് ചെയ്യുകയുമായിരുന്നു ലാലേട്ടൻ ചെയ്തത്. ബിഗ് ബോസിൻ്റെ ഗെയിമിൻ്റെ ഭാഗമാവും അത്. ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഗെയിം കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവണമെങ്കിൽ ഇതുപോലുള്ള അനീതികൾ അവിടെ നടന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നും ബിഗ് ബോസ് സീസൺ 6 ഒരു ചർച്ചാ വിഷയമാക്കുകയും അതുമൂലം ആ ഷോ വിജയകരമാവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ബിഗ് ബോസിൻ്റെ ഗെയിം പ്ലാൻ. മെലോഡ്രാമ ടാസ്കിൽ നീതിപൂർവമല്ല പവർ ടീം ഇവാലുവേറ്റ് ചെയ്തത് എന്ന് ലാലേട്ടൻ പറഞ്ഞു വെച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ പവർ ടീമിലും സിബിനാണ് അനീതി കാണിച്ചു എന്ന് തോന്നുന്ന വിധത്തിൽ അത് സിബിനിൽ അടിച്ചേൽപ്പിക്കും പോലെയുമാണ് തോന്നിയത്. സിബിൻ അനീതിപൂർവമാണ്, അവിടെ അനീതിയാണ് പ്രവർത്തിച്ചത് എന്ന് പ്രേക്ഷകർക്കും വീട്ടിലെ കണ്ടസ്റ്റൻസിനും തോന്നുന്ന തരത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ പോലെ തോന്നി. സിബിനും പവർ ടീമും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഉടയ്ക്കുക എന്നൊരു ഉദ്ദേശം കൂടി ബിഗ് ബോസിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇടയ്ക്കിടെ പ്രേക്ഷകർ പറഞ്ഞു, പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ നടപ്പിലാക്കുന്നത്, പ്രേക്ഷകരുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞത് മാത്രം അംഗീകരിക്കാൻ തോന്നിയില്ല. കാരണം ഒരു പ്രേക്ഷകരും ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞതായി കണ്ടില്ല. അല്ലെങ്കിലും പ്രേക്ഷകർ പറയുന്നത് പോലെ അല്ല ബിഗ് ബോസ് സീസൺ 6 എന്നല്ല ഒരു ബിഗ് ബോസ് സീസണും പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങളാണ് മിക്കവാറും എല്ലാ തവണയും ബിഗ് ബോസിൽ സംഭവിക്കുന്നതും നടക്കുന്നതും. പവർ ടീമിൻ്റെ ടാസ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
കുടത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുന്ന ആളെ പുറത്തിറക്കുകയാണ് അല്ലേ എന്ന് സിബിനോട് ലാലേട്ടൻ ചോദിക്കുന്നു. അത് സിബിനുള്ളൊരു സൂചനയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജാസ്മിൻ്റെയും നോറയുടെയും ഇറിറ്റേറ്റിംഗ് ഗെയിം പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെട്ടതുപോലെയാണ് അതിനെപ്പറ്റി സൂചിപ്പിക്കാതെ വിട്ടതും അതിനെ പ്രോത്സാഹിപ്പിച്ചതും. നാളത്തെ എപ്പിസോഡിൽ ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ എന്നറിയില്ല. സിബിൻ ചെയ്ത ആംഗ്യഭാഷ, അതായത് ജാസ്മിനോട് എന്തോ തെറ്റായ ഒരു ആംഗ്യഭാഷ കാണിച്ചു എന്നുള്ളത് 100% തെറ്റാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ അത് ആര് ചെയ്യുന്ന തെറ്റിനെയും ചോദ്യം ചെയ്യപ്പെടണം. അവിടെ ഒരാളുടെ തെറ്റ് മാത്രം എടുത്തു പറയുകയും മറ്റുള്ളവരുടെ തെറ്റുകളെല്ലാം മൂടിക്കെട്ടുകയും ചെയ്യുന്നത് അത്ര ശരിയായ നടപടിയല്ല. മറ്റുള്ളവർ ചെയ്തു എന്നുള്ളത് കൊണ്ട് സിബിൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിബിൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സിബിൻ അത് തിരുത്താനും സിബിന് ഒരവസരം ലഭിക്കും. മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ പോകുമ്പോൾ അവർക്കത് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല. അവർ ചെയ്തത് ശരിയാണെന്ന് അവർ തന്നെ കരുതുന്നു. അനീതി ചൂണ്ടിക്കാണിച്ചു വിമർശിച്ചു എന്നതിന് പുറമെ സിബിന് നൽകിയ ശിക്ഷ അല്പം കുറച്ചുകൂടിപ്പോയി എങ്കിലും അത് സിബിന് ഗുണമേ ഉണ്ടാക്കൂ. ഒരു വീക്കിൽ നേരിട്ട് നോമിനേഷനിൽ ഇടുകയും പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇതിലും അപ്പുറം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ജാസ്മിനോട് ലാലേട്ടൻ മാപ്പ് പറയുകയും ചെയ്തു. അത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. ലാലേട്ടൻ മാപ്പ് പറയത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. കാരണം ജാസ്മിൻ അതിലും വലിയ തെറ്റുകൾ ചെയ്ത് അതിൽ വലിയ ചേഷ്ടകളും കാണിച്ച് അതിൽ വലിയ പ്രവൃത്തിയും അവിടെ കാണിച്ച് നടക്കുന്ന ഒരാളാണ് ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാസ്മിനോട് ലാലേട്ടൻ മാപ്പ് പറഞ്ഞത് അത്ര ശരിയായി തോന്നിയില്ല. അത് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. ജാസ്മിൻ ഒരു മാലാക്കയും സിബിൻ ഒരു ചെകുത്താനും ആയി മാറുന്ന കാഴ്ചയാണ് ഈ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇത് കേട്ടപ്പോൾ പണ്ടാരോ പറഞ്ഞ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു ഷോ ആണിത് എന്ന് പറഞ്ഞത് ശരിയായി തോന്നി. ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കാൻ ജാസ്മിനും നോറയ്ക്കും മാത്രമാണ് അവകാശം എന്ന് ഈ എപ്പിസോഡിൽ തോന്നിപ്പോയി. കാലേവാരി നിലത്തടിക്കും എന്ന ജിൻഡോയുടെ പ്രസ്താവന സിബിൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് ക്ലിപ്പിലൂടെ ലാലേട്ടൻ തെളിയിക്കുന്നു. അത് പക്ഷേ ജാസ്മിൻ ഇങ്ങനെ ഒരു പ്രസ്താവന ജിൻഡോ ഇറക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം ഈ കേസിനെക്കുറിച്ച് കോടതി പോലെ കോർട്ട് കൂടി തീരുമാനിക്കും എന്നൊക്കെയാണല്ലോ തീരുമാനിച്ചത്. ആ കോർട്ടിൽ പറയേണ്ട പോയിൻറ്റുകൾ സിബിൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അതെടുത്ത് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ലൈവിൽ അങ്ങനെ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലാതെ അത് സിബിൻ ആദ്യമായി അങ്ങനെ ഒരു വാക്യം ജിൻഡോയ്ക്ക് അവതരിപ്പിച്ച് ഇത് പറയാൻ ജിൻഡോയെ പ്രേരിപ്പിക്കുകയല്ല ചെയ്തത്. ജിൻഡോ ഇങ്ങനെ കാലേ വാരി നിലത്തടിക്കും എന്ന് പറയാനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണെന്ന് കോർട്ടിൽ പറയണം എന്ന് സിബിൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാതെ സിബിൻ അത് പറഞ്ഞു കൊടുത്തതല്ല. പക്ഷേ അത് സിബിൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ മുമ്പേ വരുത്തി തീർത്തു ലാലേട്ടൻ. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇത് ലൈവ് ഫുള്ള് കണ്ട പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാകും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. അല്ലാത്തവർക്കും ഈ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം എടുത്തതെന്നറിയില്ല. സിബിൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുക എന്നുള്ളത് എന്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാകുന്നില്ല. പവർ ടീമിൽ നിന്ന് സിബിനെ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു. അതൊക്കെ അത്ര നീതിപൂർവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പവർ ടീമിൽ സിബിൻ്റെ സ്ഥാനത്തേക്ക് കയറാനുള്ള ടാസ്കും അപ്പോൾ തന്നെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് സിബിനെ മാറ്റി നിർത്തി ആ ടാസ്കിൽ നോറ വിജയിക്കുകയും ചെയ്തു. അതിനു പുറമെ നോറ സിബിന് ശിക്ഷ വിധിക്കണം എന്നുള്ള ഒരു തീരുമാനവും ലാലേട്ടൻ പറയുകയുണ്ടായി. നോറ ക്രിയേറ്റീവായ ടാസ്ക് കൊടുത്താൽ സിബിൻ അതിൽ ശോഭിക്കും എന്ന് വിചാരിച്ച് പാത്രം കഴുകുക എന്നുള്ള ടാസ്ക്കാണ് നൽകിയത്. നോറ ആ ഒരു ടാസ്ക് നൽകിയപ്പോൾ തന്നെ നോറ താഴോട്ട് പോവുകയും സിബിൻ കുറേ കൂടെ ഉയരത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ള കാര്യം നോറ മനസ്സിലാക്കുന്നില്ല. എന്താണിതൊക്കെ എന്ന് ഒരു കാരണവശാലും പിടികിട്ടുന്നില്ല. ഞങ്ങൾ ഒരു ഫേവറിസവും കാണിക്കില്ല, ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ലാലേട്ടൻ പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരുടെ തീരുമാനം നടപ്പാക്കുന്നത് ഒരുപക്ഷെ വോട്ടിങ്ങിൽ മാത്രമായിരിക്കും എന്നാർക്കാണ് അറിയാൻ കഴിയാത്തത്. അല്ലാതെ പ്രേക്ഷകർ പറയുന്നതനുസരിച്ചാണോ അവിടെ ബിഗ് ബോസ് പ്രവർത്തിക്കുന്നത്?
ടാസ്കിൽ വിജയിച്ച നോറ പവർ ടീമിലേക്ക് കയറി. വളരെ നല്ലത്. ബുദ്ധിരാക്ഷസി എന്ന് സ്വയം കരുതുന്ന നോറ അവിടെ പവർ ടീമിൽ വേണം. എന്നിട്ട് വേണം നോറയുടെ പ്രകടനങ്ങൾ കണ്ട് കുറേ കൂടി ഇറിറ്റേറ്റഡ് ആവാൻ പ്രേക്ഷകർ. അടുത്തത് എലിമിനേഷൻ പ്രോസസ്സായിരുന്നു. ഒരു ടാസ്കിലൂടെ തന്നെയാണ് എലിമിനേഷൻ പ്രോസസ്സ് നടന്നത്. അതിൻ്റെ പൂർണ്ണമായ അത് നടന്നിട്ടില്ല. ഇന്ന് ജാൻമണി ഔട്ടായി. ഇനി നാളെ ഒരാൾ കൂടെ എവിക്റ്റാവും എന്നാണ് അറിയിച്ചത് ലാലേട്ടൻ. അതുകൊണ്ട് തന്നെ നാളെ ഒരുപക്ഷെ ഒരാൾ എവിക്റ്റാവുമായിരിക്കും. ജാൻമണിയുടെ പവർ ടീമിലെ സ്ഥാനം മറ്റൊരാൾക്ക് നൽകാൻ ജാൻമണിക്ക് അവസരം ലഭിക്കുമ്പോൾ ജാൻമണി ശ്രീരേഖയാണ് തിരഞ്ഞെടുക്കുന്നത്. നാളത്തെ എവിക്ഷനിൽ ശ്രീരേഖ ഔട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. എവിക്ഷൻ നടന്നിട്ടില്ല. ഒറ്റ ആൾ മാത്രമേ എലിമിനേറ്റായി പോയിട്ടുള്ളൂ എന്നും അറിയുന്നു. ശ്രീരേഖയാണ് എവിക്റ്റായി പോകുന്നതെങ്കിൽ ശ്രീരേഖയ്ക്ക് ഇനി ഈ അവസരം നൽകുമായിരിക്കും പവർ ടീമിൽ കയറാൻ ഒരാൾക്ക് അവസരം കൊടുക്കാൻ. അതോ അതിനും ബിഗ് ബോസിന് എന്തെങ്കിലും ഗെയിമുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ബിഗ് ബോസ് ഒരാളെ അകത്ത് കയറ്റാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഗെയിം മാറ്റി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരുന്നു. വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞ് നിലവിളിച്ചാണ് ജാൻമണി എവിക്റ്റായി പുറത്തേക്ക് പോയത്. ജാൻമണിയുടെ എവിക്ഷൻ ജിൻഡോയെയും വളരെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ജിൻഡോയും നന്നായി സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അഭിഷേക് ശ്രീകുമാർ ജിൻഡോയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ജിൻഡോയുടെ ഗെയിം പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ നോക്കാം. നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാവും പറയുന്നത്? ജാസ്മിൻ്റെ ഹൈജീനാവും പ്രധാന വിഷയം എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാമോ മോളെ, ഇങ്ങനെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ ശേഷം എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്, ഒരാളല്ല എന്നുകൂടി ആഡ് ചെയ്യുമ്പോൾ അത് പൂർത്തിയാകും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.